ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അപ്പോ നമ്മൾ ഇനി അങ്ങോട്ടൊരു കുടുംബമാണ്. അത് ഓർമ്മ. ഞാനൊന്നേ സ്റ്റേഷൻ വരെ പോയിട്ട് വരാം. ഒരു ചെറിയ അത്യാവശ്യം. അപ്പൊ ശരി, വൈകിട്ട് കാണാം. ഒരു മൂർഖം പാമ്പിനെ നീ ഈ വീട്ടിലേക്ക് കൈപിടിച്ച് കയറ്റിയത് അത് നീ മറക്കണ്ട. സാരമില്ലമ്മേ, ഇങ്ങനെയൊക്കെയല്ലേ ഇവൾക്ക് കുടുംബത്തെ സഹായിക്കാൻ പറ്റൂ. ഞാൻ കുടുംബസ്നേഹമുള്ളവനാ. അളിയനോടും ഈ കുടുംബത്തോടും എനിക്ക് കടപ്പാടുണ്ട്. എനിക്കറിയാവുന്ന രഹസ്യങ്ങളൊന്നും എന്റെ കയ്യിൽ നിന്ന് പുറത്തുപോവില്ല. പക്ഷെ ഒരു പാലം പണിയുമ്പം അത് ഒരു വഴിയിലൂടെ മാത്രം വാഹനങ്ങൾ പോകാനുള്ളതായിരിക്കില്ലല്ലോ. അതേ പാലത്തിൽ കൂടെ തന്നെ തിരിച്ചും വാഹനങ്ങൾക്ക് പോണ്ടേ? അളിയൻ ഇങ്ങോട്ടെങ്ങനെ, തിരിച്ച് ഞാനും അങ്ങോട്ട് അതുപോലെ തന്നെ ആയിരിക്കും. പക്ഷേ സ്നേഹത്തിന് ഒരു കുറവും വരില്ല. ശിശിരേ, അതിങ്ങ ദാ അളിയാ, ഇത് പിടിച്ചേ, കുടിക്കേ. ഒന്ന് ഉഷാറാവട്ടളിയാ, കുടിക്കളിയാ. പിടിക്ക്, ദാ പിടിക്ക്, കുടിക്കളിയാ. അതുകൊണ്ട് എനിക്ക് ശിശിരയ്ക്കും ഇവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ നോക്കേണ്ടത് അളിയന്റെയും അമ്മയുടെയും കടമയാണ്. അറിയാതെ ഞാൻ എന്തെങ്കിലും സമൃദ്ധിയോട് പറഞ്ഞു പോയാൽ, അങ്ങനെ സമൃദ്ധിക്ക് പഴയ ഓർമ്മകൾ എന്തെങ്കിലും തിരിച്ചു കിട്ടി ഇത്രയും കാലം നിങ്ങൾ സമൃദ്ധിയെ ചതിക്കുകയായിരുന്നെന്ന് സമൃദ്ധിക്ക് തോന്നിയാൽ അതിന് ഉത്തരവാദി ഞാനായിരിക്കില്ല. എന്തൊക്കെയാണ് ഇവനീ പറയുന്നേ? നീ ഇത് കേട്ടോണ്ട് നിൽക്കണോ? ഇതിനാണോ നീ ഇവനെയും കൂട്ടി ഈ വീട്ടിലേക്ക് വന്നത്? അതിന് രാജിവെട്ടൊന്നും പറഞ്ഞില്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും വന്നാ അത് ഞാൻ നോക്കിക്കോളാം. നോക്കിയാ മതി. പക്ഷെ ആ സമയത്ത് എനിക്ക് ചിലപ്പോൾ ന്യായത്തിനോട് നിൽക്കാൻ പറ്റൂ. എന്ന് പറഞ്ഞാൽ ന്യായം സമൃദ്ധിയുടെ ഭാഗത്താണല്ലോ. അപ്പോ നമ്മൾ ഇനി അങ്ങോട്ടൊരു കുടുംബമാണ്. അത് ഓർമ്മ. ഞാനൊന്നേ സ്റ്റേഷൻ വരെ പോയിട്ട് വരാം. ഒരു ചെറിയ അത്യാവശ്യം. അപ്പൊ ശരി, വൈകിട്ട് കാണാം. ഒരു മൂർഖം പാമ്പിനെ നീ ഈ വീട്ടിലേക്ക് കൈപിടിച്ച് കയറ്റിയത് അത് നീ മറക്കണ്ട. സാരമില്ലമ്മേ, ഇങ്ങനെയൊക്കെയല്ലേ ഇവൾക്ക് കുടുംബത്തെ സഹായിക്കാൻ പറ്റൂ. ഒരു പാമ്പും വെറുതെ കടിക്കത്തില്ല, ചവിട്ടിയാലേ കടിക്കൂ. നിന്ന് ചതിക്കായിരുന്നല്ലേ? നോ, ഒരിക്കലില്ല. കോടതിയിൽ നടന്ന കാര്യങ്ങൾ നമ്മളെ കണക്കൂട്ടലിന് അപ്പുറമായിരുന്നു. അതിന്റെ പിന്നിൽ ഗോകുലാണ്. അതന്നെ എനിക്കും ചോദിക്കാനുള്ളത്. ഗോകുലിന്റെ കുടുംബമായിട്ട് ഇത്ര ഒരു അടുപ്പം സൂക്ഷിച്ചോണ്ടാണോ എന്നോട് നിങ്ങൾ ഈ ഡേർട്ടി ഗെയിം കളിച്ചത്? അത് മേഡത്തിന്റെ തെറ്റിദ്ധാരണയാണ്. ഗോകുലിന്റെ കുടുംബമായി എനിക്ക് അങ്ങനെ യാതൊരു അടുപ്പവുമില്ല. പക്ഷേ ശിശിര, അവളെ എനിക്ക് പണ്ടേ ഇഷ്ടമായിരുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവളെ എനിക്ക് രജിസ്റ്റർ മാരേജ് ചെയ്യേണ്ടി വന്നു. അല്ലാതെ മേഡം പറയുന്ന പോലെ ഞാനും ഗോകുലായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ അവളെ കെട്ടിയതും അവിടെ താമസിക്കാൻ ചെന്നതെന്നും അയാൾക്ക് ഇഷ്ടമല്ല. ഇനി നിങ്ങൾ പറയുന്നതൊന്നും ഞാൻ വിശ്വസിക്കില്ല. നിങ്ങളെ ഏൽപ്പിച്ച കാര്യങ്ങളൊന്നും നിങ്ങളോട്ട് ചെയ്തു തന്നിട്ടുമില്ല. ആ സച്ചിയുടെ കാര്യത്തിൽ നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാനും സാധിച്ചില്ല. APP കണ്ട് എല്ലാം സെറ്റ് ചെയ്യാന്നും പറഞ്ഞു പോയിട്ട് രാവിലെ നിങ്ങൾ എണീറ്റ് കല്യാണം കഴിക്കാൻ പോയി. കോടതിയുടെ പരിസരത്ത് പോലും നിങ്ങൾ വന്നോ?
പറഞ്ഞല്ലോ, അതൊരു എമർജൻസി സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ രാത്രി തന്നെ APP ഹേമേന്ദ്രനോട് ഞാനെല്ലാം സംസാരിച്ചതാണ്. അതുമാത്രമല്ല, ജാമ്യം കൊടുക്കരുതെന്നും പോലീസ് കസ്റ്റഡിയിൽ വേണമെന്നും അയാൾ കോടതിയിൽ വാദിച്ചതുമാണ്. പക്ഷേ ഗോകുൽ ആ സച്ചിയെയും അഡ്വക്കേറ്റ് ആരതി വർമ്മയും വീട്ടിൽ വിളിച്ചു വരുത്തി ലോ പോയിന്റ്സും ലൂപ്പോൾസും എല്ലാം പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിട്ടാ കോടതിയിലേക്ക് വിട്ടത്. അഡ്വക്കേറ്റ് ആരതി വർമ്മ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. നമ്മളാണ് അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത്. ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരു ബന്ധുവിനെ ശത്രുവായിട്ട് തന്നെ കാണണമെന്നാ ഞാൻ പഠിച്ചിട്ടുള്ളത്. ഗോകുൽ ഒരിക്കലും എനിക്ക് അനുകൂലമായിട്ട് ചിന്തിക്കുന്ന ഒരാളാണെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ അയാളുടെ വീട്ടിൽ താമസിക്കുന്ന നിങ്ങളെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഞാനൊന്നും ചെയ്തില്ലെന്നും മേഡം പറയരുത്. സച്ചിയെ ലോക്കപ്പിൽ കയറ്റി നല്ല ഒന്നാന്തരം പോലീസ് എന്താണെന്ന് അവനെ മനസ്സിലാക്കി കൊടുത്തു. എന്റെ ക്വാർട്ടേഴ്സ് കയറി അവൻ അതിന് പകരം വീട്ടുകയും ചെയ്തു. അതൊക്കെ മേഡത്തിന് അറിയില്ലേ? എന്നിട്ടും എന്നെ എങ്ങനെ അവിശ്വസിക്കുന്നത് കഷ്ടമാണ്. ഇല്ല, നിങ്ങളുമായിട്ട് ഇനി ഒരു തരത്തിലുള്ള ബന്ധവും മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. %30 പോയിട്ട് 1% പോലും എന്റെ കമ്പനിയുടെ ഷെയർ നിങ്ങൾക്ക് കിട്ടില്ല. മേഡം, ഒന്നുകൂടി ആലോചിച്ചിട്ട്. എനിക്കിനി ആലോചിക്കാൻ ഒന്നുമില്ല. എല്ലാം ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുക. നമ്മൾ തമ്മിൽ ഉണ്ടായിരുന്ന സൗഹൃദവും ഈ എഗ്രിമെന്റും എല്ലാം ഇനി ഒരു ക്ലോസ്ഡ് ചാപ്റ്ററാ. അവന്തിക ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ആ എഗ്രിമെന്റ് മാറ്റാൻ പറ്റില്ലല്ലോ. ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ എന്ത് വില കൊടുത്തും ഞാനത് നടത്തിയിരിക്കും. ഇനി 30% ഞാൻ ആവശ്യപ്പെടുന്നത് നിങ്ങൾ അന്ന് എൻ്റെ പേരിൽ എഴുതി തരും. അതിനുള്ള ചാൻസ് എൻ്റെ മുന്നിൽ വരും. അന്ന് ഈ ചാപ്റ്റർ ഞാൻ റീ ഓപ്പൺ ചെയ്യും.